കന്നിക്കുട്ടികളെല്ലാവരും ഇരിക്കൂ. നീ എന്താ പറഞ്ഞേ? വെക്കേഷൻ ഒരു ത്രില്ല് പോരാന്നോ? ത്രില്ല് തുടങ്ങാൻ പോകുന്നേ ഉള്ളു മോളെ. വൈൻ ഷോപ്പിൽ കയറി വാങ്ങിച്ചു. ഇനി ഈശ്വര സമ്മതിച്ചു തന്നെ. അമ്മേ, നമ്മളിത് കുടിക്കാൻ പോവാ? അല്ലല്ല, നമ്മളെ ഇതുകൊണ്ട് മുഖം കഴുകാൻ പോവാ. കൊഞ്ചാണ്ട് ഗ്ലാസ് നിരത്തി വെക്കടി. ഞാനിത് നോക്കി ചെയ്യട്ടെ. നോട്ട് ബാഡ്. പ്ലീസ് അമ്മേ, എനിക്ക് വേണ്ട. പെണ്ണെ, അടിച്ച് നിന്റെ കണ്ണട ഞാൻ മെഡിലോബ്ലങ്ങായിട്ട് കേട്ടു. മുത്തച്ഛനെങ്ങാനും അറിഞ്ഞ പുറത്ത് ആരോടെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ പറഞ്ഞ ആളുടെ ചന്തിക്കിട്ട് ഞാൻ പിടയ്ക്കും. ഇതില് വെള്ളം ഒഴിക്കണ്ടേ? വൈൻലോ? ബുദ്ധു, നിന്നെയൊക്കെ ഇതിന് സഹകരിപ്പിക്കണ എന്നെ തല്ലണം. എന്റെയൊക്കെ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് ജിന്നാണ് വേണ്ടത്. പിന്നെ നിനക്കൊന്നും അതിനൊരു മെച്യൂരിറ്റി ആയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വൈനിൽ ഒതുക്കിയത്. വെയിറ്റ് 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 വെയിറ്റ്. മൈ ഗോഡ്, സിഗരറ്റോ? സിഗരറ്റ് ഞാൻ വലിച്ചിട്ടുണ്ട്. ആണോ? എന്നാ നീ മൂക്കി കൂടെ പോയിട്ട് കാണിച്ചേ. അതൊന്നും വേണ്ട, ചുമയ്ക്കും. പെട്ടെന്ന് കുടിക്കാം, ആരെങ്കിലും കണ്ടാ. കമോൺ. തൊട്ടുകൂട്ടാൻ വല്ല അച്ചാറോ മറ്റോ വേണോ? കൂട്ടത്തിൽ സ്മാർട്ട് എന്ന് മനസ്സിലായിരുന്നു, പക്ഷെ ഇത്രയ്ക്ക് കയ്യിലുണ്ടെന്ന് അറിഞ്ഞില്ല. ഇത് വെറുതെ ഒരു തമാശ. എല്ലാരും കൂടെ കൂടിയപ്പോ വൈനാ. മൈൽഡ് ഡ്രിങ്ക് അല്ലേ? അതെ അതെ, വൈനില തുടങ്ങുക, പിന്നെ വീര്യത്തിലേക്ക് കടക്കാമല്ലോ. ഏതായാലും മുത്തശ്ശന്റെ അടുത്തേക്ക് നടക്ക്. ഇതൊക്കെ കയ്യോടെ പിടിച്ചു കൊടുത്തില്ലെങ്കിലേ നീയൊക്കെ വഷളായി നാടിനും വീടിനും കൊള്ളാണ്ടാവും. വാ നടക്ക്. ഡെന്നിസേ, എന്റെ പൊന്ന് ഡെന്നിസേ, മാപ്പാക്കണം. ഇനി ഇത് റിപ്പീറ്റ് ചെയ്യില്ല. ഗുരുവായൂരപ്പനാണ്, പളനിയാണ്ടവനാണ്, ശബരിമല അയ്യപ്പനാണ്, ബത്ലഹേം ഡെന്നിസാണ് സത്യം. മാപ്പാക്കണം. ആക്കെന്റെ ഡെന്നിസേ. ആക്കാം, പക്ഷേ മറ്റതിന്റെ മീനിങ് പറയണം. 5 കസിൻസ്, ഒബ്രു മധു, മാടിക്കൊണ്ടേ. ഓ അതോ? അത് പറയണോ? പറയണം. അത് ചുമ്മാ രവിയേട്ടനെ, ഒന്നും ഇല്ലെന്നേ. ഓ പറയാം. 5 കസിൻസ് നെല്ലി ആരാവതു സൂര്യനെല്ലി. 5 കസിൻസ് അല്ല അമ്മയുടെ കോപ്പിലെ. അർത്ഥം കിട്ടിയടാ. അവളെ കൊണ്ട് തന്നെ പറയിച്ചു. എന്താടാ? അതായത് നീ നിന്റെ 5 കസിൻസിൽ ആരെങ്കിലും ഒരാളെ വിവാഹം കഴിച്ചാൽ നിന്റെ മുത്തശ്ശന്റെ പേഴ്സണൽ പ്രോപ്പർട്ടീസ് മുഴുവൻ നിനക്കുള്ളതാണ്. അതാണ് സംഭവം. എന്റെ ഡെന്നിസേ, ആ കിളവന്റെ കയ്യിൽ മുടിഞ്ഞ പണം ഉണ്ടാ. അത് മുഴുവൻ കിട്ടിയ ഞാനൊരു കലക്കലിടാ. പക്ഷെ പെണ്ണാരാണെന്ന് അറിയണ്ടേ? എന്തിനാടാ? ഏതെങ്കിലും ഒരു കുരിശെടുത്ത് തോളത്ത് വെച്ചാ പോരെ? പോരല്ലോ. നീ പ്രപ്പോസ് ചെയ്യുന്ന പെണ്ണിന് നിന്നെ ഇഷ്ടമല്ലെങ്കിലോ, അവൾക്ക് വേറെ ലൈൻ ഉണ്ടെങ്കിലോ? അപ്പൊ നിന്നെ പ്രേമിക്കുന്നവൾ ആരാണെന്ന് കണ്ടുപിടിച്ച് കെട്ടുന്നതല്ലേ ഈസി. അത് കറക്റ്റ്. പക്ഷെ നമുക്ക് ഇതുവരെ അതിനോടൊരു ക്ലൂ കിട്ടിയില്ലോ. ഒരു ക്ലൂ എന്റെ ഉണ്ടല്ലോ. ടേപ്പ് കാർഡ് റിപ്പയർ ചെയ്ത് ശരിയാക്കി അതിന്റെ കാസറ്റ് ഒട്ടിച്ച് ഇതിനകത്ത് ഇട്ടുണ്ട്. ഇനി കാസറ്റ് കുരുങ്ങി പരങ്ങി എന്ന് പറഞ്ഞ് എന്റെ തന്നാൽ ഇത് ഞാൻ തല്ലി പൊളിച്ച് കുതിരക്ക് ടേപ്പ് കാർഡ് ഫ്രൈ എന്ന് പറഞ്ഞിട്ടു. ആ കാസറ്റ് ഓൺ ചെയ്യടാ. ഒരു കുഴപ്പമുണ്ടാവരുത്. എന്താടാ? അപ്സ്റ്റെയറിലെ വിൻഡോയിൽ ലൈറ്റ് കത്തി. ആരത്? ജ്യോതിയാണോ? എനിക്ക് തോന്നുന്നത് SP മോളിലെ ട്രിവാൻഡ്രം. ദേവിക. അതല്ല. ഇനി അപർണയാണോ? ഗായത്രിയാണോ? പാർട്ടിയാ? ശരീരത്തിന്റെ മുൻവശം കണ്ടിട്ട് ഗായത്രി ആണെന്ന് തോന്നണേ. അയ്യോ, പോയി. ടേപ്പ് കാർഡ് പിന്നെയും പോയി. അവളും പോയി. ഇപ്പോഴും മനസ്സിലായിട്ടില്ലല്ലേ എന്നെ? എന്തൊരു കഷ്ടം. സോറി.
I feel really sorry, man. Yours? ഹലോ, എന്താ ഒളിഞ്ഞു നോക്കുന്നേ? ഓഹോ, അപ്പൊ നമ്മളാണല്ലേ? നമ്മൾ എങ്ങനെ ആണാവും? നമ്മൾ ആണും പെണ്ണും അല്ലേ? തമാശ. ഇനി വലിയ തമാശ ഒന്നും വേണ്ട. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. രവി ഉറക്കത്തിൽ നിന്ന് വിളിച്ചോണ്ടി പറയട്ടാ. എന്ത്? കമാണ് അഭിരാമി, ഇനി ഈ പൊട്ടങ്ങളി വേണ്ട. ഇറ്റ്സ് യു. മിസ്റ്റർ ഡെന്നിസ്, എന്റെ കസിൻസ് മുഴുവൻ പറഞ്ഞു നിങ്ങൾക്ക് ഇത്തിരി വട്ടുണ്ടെന്ന്. ഞാൻ വിശ്വസിച്ചില്ല. പക്ഷെ ഇപ്പൊ അതെന്തോ ആവട്ടെ, ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഇന്നലെ രാത്രി വിൻഡോയുടെ അടുത്ത് വന്ന് ഔട്ട് ഹൗസിലേക്ക് നോക്കിയെന്ന് അഭിരാമിയല്ലേ? യെസ് ഡെന്നിസ് മെനസ്, ഇന്നലെ രാത്രി ഞാൻ ശരിക്കും ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഔട്ട് ഹൗസിൽ നിന്ന് കേട്ട പാട്ട്, അത് കേട്ടപ്പോ തൊട്ട് എന്റെ ചുണ്ടിലുണ്ട്. മുഴുവനും കേൾക്കാനും കഴിഞ്ഞില്ല. ആ ടേപ്പ് എനിക്കും തരുമോ? അപ്പോ അഭിരാമിയല്ലേ ആ പാട്ട്? അവളാവാൻ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. അവൾ അങ്ങനെ ഒരു സാധാ പെമ്പിള്ളേരുടെ നമ്പർ ഒന്നും കാണിക്കില്ല. എടാ, സാധാ പെമ്പിള്ളേരുടെ നമ്പറാണ് ഈ കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുന്നത്. എനിക്ക് അവളെ സംശയമുണ്ട്. വിളഞ്ഞ വിത്താവള. അത് കറക്റ്റ്. പക്ഷേ ഈ ചുറ്റിക്കളിക്കൊന്നും നിൽക്കാതെ ഏതവളായാലും അവൾക്ക് മുന്നോട്ട് വന്ന് ധൈര്യമായിട്ട് പറഞ്ഞൂടെ, ചേട്ടാ ഐ വുഡ് ലൈക്ക് ടു മാരി യു എന്ന്? എടാ, അതിലെന്താ ഒരു ത്രില്ല്? കണ്ടുപിടിക്കണം. എന്നിട്ട് പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കും പോലെ ആ കൂട്ടത്തിൽ നിന്ന് അവളെ ചെവിക്ക് പിടിച്ച് തൂക്കിയെടുത്ത് മുന്നോട്ടിട്ട് മുഖത്ത് നോക്കി ചോദിക്കും, ഓർമ്മയുണ്ടോ ഈ മുഖം? അതല്ലടാ മോളെ, ദുബായിലേക്ക് പെട്രോൾ കയറ്റി അയക്കല്ലേ എന്ന്. അല്ല, ഇങ്ങനെ ചോദിക്കണം. ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേടി മോളെ? അതെങ്ങനെയാടാ സിറ്റുവേഷൻ മാച്ച് ആവുന്നത്? ആവുന്നില്ല അല്ലേ? എന്നാ പിന്നെ എന്ത് പിണ്ണാക്കെങ്കിലും പറയാം. ആദ്യം അവൾ ആരാണെന്ന് അറിയണം. എന്നിട്ട് കഴിയുന്നതും വേഗത്തിൽ അവളെ കെട്ടുക. മുത്തശ്ശന്റെ കംപ്ലീറ്റ് ക്യാഷുകൾ അടിച്ചു മാറ്റുക, കടങ്ങൾ വീട്ടുക. എന്നിട്ട് ഒരു അടിപൊളി ഫാം. ആഹാ, അകട്ടിൽ മെഷീൻ വെച്ച് കിടക്കുന്ന നൂറുകണക്കിന് പശുക്കൾ. അമുൽ കമ്പനി പൂട്ടിച്ചിട്ടേ ഇനി എനിക്കൊരു വിശ്രമമുള്ളൂടാ. എടാ പൊട്ടൻ ചങ്കു, ആദ്യം അവൾ ആരാണെന്നറിയും, എന്നിട്ട് ആലോചിക്കാം അമുൽ ടിൻ പൊട്ടിക്കുന്ന കാര്യമൊക്കെ. ആ പാട്ടാണ് കയറി പിടിക്കാൻ പറ്റിയൊരു തുമ്പ്. ഒരു ഐഡിയ വരുന്നുണ്ട്. അവളെ കൊണ്ട് ആ പാട്ട് പാടിക്കാൻ കഴിയും. Our honorable chief guest Colonel Tia Menon and Mrs. Menon have come. Yay! എന്താ രവി ഇത്? ഇവള് ചീഫ് ഗസ്റ്റ് എന്നൊക്കെ പറയുന്നു. എന്താ സംഭവം? കുട്ടികൾക്കൊക്കെ ബോറടിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് ചില എന്റർടൈൻമെന്റ്സ്, കലാപരിപാടികൾ. ഹലോ, ഈ കലാപരിപാടികൾ എന്ന് പറഞ്ഞല്ലോ, എന്തൊക്കെയാണ് ഐറ്റംസ്? ഐറ്റംസ് പാട്ടുകള്, ഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ, യുഗ്മഗാനങ്ങൾ, സമൂഹ ഗാനങ്ങൾ, സോങ്സ്. മറ്റു കലാപരിപാടികളൊന്നും ഇല്ലെങ്കിലും പാട്ട് വേണം അല്ലേ? പിന്നെ പാട്ട് വേണം. വെരി ഗുഡ്, വെരി ഗുഡ്. ആരൊക്കെയാണ് പാർട്ടിസിപ്പൻസ് ഈവൻ മുത്തശ്ശനും മുത്തശ്ശിക്കും വരെ പങ്കെടുക്കാം. ഓക്കേ, രണ്ടുപേരും ഒരു ഡ്യുവറ്റ് പാടി ഡാൻസ് ചെയ്യൂ. Come on. പിന്നെ ബെസ്റ്റ് പെർഫോമർക്ക് ഒരു പ്രൈസ് ഉണ്ട്. അത് മുത്തശ്ശന്റെ മകൾ തന്നെ ആവട്ടെ,
ക്യാഷ് പ്രൈസ് ആയിക്കോട്ടെ. ക്യാഷ് പ്രൈസ് വേണോ 1000 റുപ്പീസ് വേണം. അത് നീയാണ് നിശ്ചയിക്കുന്നത്. അല്ല ഞാനൊരു സജഷൻ പറഞ്ഞു. വേണ്ട വേണ്ട, രണ്ടുപേരും കൂടെ വഴക്കൂടണ്ട. 1000 റുപ്പീസ് എങ്കിൽ 1000 rupees. അതെ, ബോറം പരിപാടിയാണെങ്കിൽ കൂവാലോ, അതിന് ടാക്സ് ഒന്നും ഇല്ലല്ലോ. അങ്ങനെ തന്നാൽ കഴിയുന്ന വിധം ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. മതി. നമുക്ക് തുടങ്ങാം. ആരാണ് ആദ്യമായിട്ട് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്നത്? ഞാൻ റെഡി സാർ. പറ്റില്ല. വേണം മോനായി, വേണം മോനായി. ഒരു കർട്ടൻ റൈസർ പോലെ മോനായിയുടെ ചെറിയ ഒരു item. അതെ, എന്റെ ഒരു ചെറിയ റേസർ. പക്ഷെ രവി സാറിനെ ഒന്ന് സഹായിക്കണം. ഓക്കെ. ആനയെ കാണിക്കും മോനായി അങ്കിൾ. ആനയെ കാണിച്ചതല്ല മോളെ, ഇനി എലീനെ കാണിക്കാട്ടോ. പൂച്ചകളുടെ ശല്യം സഹിക്കവയ്യാതെ ഒരു പാവമെലി തന്റെ ഇഷ്ടദേവനായ ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതാണ് മോനായി കാണിക്കുന്നത്. അതെ, ഈ എലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ അവസാനം ദേ പൂച്ച എന്ന് പറയുമ്പോ ഈ എലി പേടിക്കും. അപ്പൊ എലിയുടെ മുഖം നമുക്ക് കാണേ. തുടങ്ങാം. റെഡി സാർ. റെഡി. ആ. സർവേശ്വരനായ പരമേശ്വരന്റെ പുത്രനെ ഗണപതി ഭഗവാനെ, അവിടെ നീ സാധുവിനെ രക്ഷിക്കണേ. നാട്ടിൽ മാർജാരത്തെണ്ടികളുടെ ശല്യം വല്ലാതെ ഇൻക്രീസ് ആയിരിക്കുന്നു. അവിടെ നീ റാസ്കൽസിനെ വാനിഷ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ എനിക്ക് ക്രൂവലായിട്ടുള്ള റിവെഞ്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും. Thank you. Now much, please. ഇനി നമുക്ക് പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, വരൂ. അല്ല, മോനായി ഇപ്പൊ ഒരു നമ്പർ അവതരിപ്പിച്ചതല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾ ആരെങ്കിലും ഒരു പാട്ട് പാട്. അതെ, ആരാന്ന് വെച്ചാൽ വേഗം മുന്നോട്ട് എനിക്ക് മനസ്സിലായി സാറുമാരുടെ ഐഡിയ. മറ്റേ കാസറ്റിൽ പാടിയ പാർട്ടി. എന്താ നിങ്ങൾക്കാർക്കും പാട്ടറിയില്ല? യെസ്, അപർണ പാടുന്നു. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ഹിന്ദി പറ്റില്ല. ഇംഗ്ലീഷ് വേണോ? ഇംഗ്ലീഷ് ഒട്ടും പറ്റില്ല. മലയാളം. മലയാളം മാത്രമല്ല, നമ്മൾ ആരും ഇതിനു മുമ്പ് കേട്ടിട്ടുള്ള പാട്ടും ആവരുത്. അതെങ്ങനെയാ? ആരും കേട്ടിട്ടില്ലാത്ത പാട്ട്? അതായത് ഉദാഹരണത്തിന്, നമ്മൾ ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു പാട്ടിന്റെ ആദ്യത്തെ 4 വരി രവി പാടും. അതിന്റെ ബാക്കി പാടുന്നവർക്ക് സ്പെഷ്യൽ പ്രൈസ്. ഓക്കെ? എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേൽ ഇഷ്ടമായി നിന്നെ എൻ പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. ഇതിന്റെ ബാക്കി പാട്. ഈ പാട്ടിന്റെ ബാക്കി അറിയാവുന്നവരാരോ ഈ കൂട്ടത്തിലുണ്ട്? കമാൺ. നല്ല പാട്ട്, ബാക്കിയും കൂടെ പാട് രവി. ബാക്കി ഇവരാരെങ്കിലും പാടട്ടെ മുത്തശ്ശി, അതാണല്ലോ മത്സരം. ഞങ്ങൾ അറിയില്ല. ബാക്കി രവി തന്നെ പാട്. ബാക്കി എനിക്കും അറിയില്ല മുത്തശ്ശ. കള്ളം, പച്ച കള്ളം. ഈ പാട്ട് ഇവരുടെ ഔട്ട് ഹൗസിൽ നിന്ന് ടേപ്പ് റെക്കോർഡറിൽ പ്ലേ ചെയ്യുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രവിന്ന് അറിയാൻ ചുമ്മാ നമ്പരാ. മറന്നുപോയി. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. പഠിച്ചിട്ട് വരാം. എന്നിട്ട് വന്ന് പറ. ഞാൻ എന്റെ കഴുത്തിൽ കയറ് കെട്ടിയിട്ട് അത് ഞാൻ ഇട്ട് തരാം. എന്നിട്ട് എന്നെ വലിക്കണേ. അപ്പൊ ഞാൻ വരാം. അസൂയ അസൂയ അസൂയ. ഒരാഴ്ച പന്നീനെ കൊണ്ടു ഞാൻ. പൂച്ചയ്ക്ക് വെച്ചത് മോനായിക്ക് കൊണ്ടു. മോനായിടാ. താങ്ക് യു. താഴെ വീണ കൂവിക്കോട്ടെ. കൂവിക്കോ. പക്ഷേ ഒരു റൗണ്ട് ഈ ഫാമിന് ചുറ്റും കറങ്ങി വന്നാ അപ്പൊ ഞാൻ പറയുന്ന പോലെ ചെയ്യേണ്ടി വരും. നീയൊക്കെ സത്യത്തിൽ അമ്മി ചേച്ചിക്ക് റൈഡിങ് അറിയാവോ? What a question. ഈ റൈഡിംഗ് ഒക്കെ ജസ്റ്റ് അറിഞ്ഞോണ്ടൊന്നും കാര്യമില്ല. ഇതൊരു ആർട്ടാണ്. നോക്കിക്കോ, ഞാൻ കാണിച്ചുതരാം. അഭിരാമി വേണ്ട, അവൻ വികൃതിയാ. പരിചയമില്ലാത്തവർക്ക് അവനെ റൈഡ് ചെയ്യാൻ പറ്റില്ല. താഴെ ഇറങ്ങ്. പരിചയം എന്ന് വെച്ചാൽ എങ്ങനെയാ? ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ചു വളർന്നവരാ. അല്ല, മനസ്സിലായില്ല. അത് താഴെ വീഴുമ്പോ താനെ മനസ്സിലാവും. അതെ,
റൈഡ് ചെയ്യാൻ മോഹം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോണിയുണ്ട്. അയ്യാടാ, ആ ഏണിയിലേ ചേട്ടൻ അങ്ങ് റൈഡ് ചെയ്താ മതി. ആ എന്നാ പിന്നെ അനുഭവിച്ചു തന്നെ പഠിക്ക്. ഓ പഠിച്ചോളാം. ഓ ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? Go, Ete. Go. Go. Sorry, Ami. ഈ ആർട്ട് ഓഫ് റൈഡിംഗ് പറയുന്നത് ഇങ്ങനെ പൊത്തോന്ന് വീഴുന്നതാ? Shut up. ചിലപ്പോ വീണുന്നൊക്കെ വരും. അതുകൊണ്ടൊന്നും ആമി തോൽക്കില്ല. കാണിച്ചുതരാം ഞാൻ. വീഴ്ചകളിൽ നിന്ന് പഠിക്കണം കോമൺ സെൻസ് ഉള്ള മനുഷ്യൻ. അല്ലാതെ ചുമ്മാ ഈഗോ കയറി വീണ്ടും അബദ്ധം കാണിച്ചാൽ മണ്ടത്തരമാണ്. അത് അഭിരാമിയെ പോലൊരു കുട്ടി. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷെ പരിധി വിടരുത്. പരിധി വിട്ടാൽ ബോറാവും. ഓക്കെ, ആരെങ്കിലും ഒന്ന് ഉന്തി തള്ളി കൊടുക്ക്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഭിരാമിക്ക്. എടുക്കണോ അമ്മി? I hit you.